എല്ലാവർക്കും നമസ്കാരം. അപ്പതേ ഞാൻ വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് വന്നേക്കാണ് കുറേ നാളുകൾക്ക് ശേഷം. ഇനി മുങ്ങി പോവില്ല കേട്ടോ. ഇനി ഞാൻ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അപ്പൊ ഇന്ന് ഞാൻ എന്ത് വീഡിയോ ആയിട്ട് വന്നേക്കണേ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിരുന്നു ഓൾറെഡി. അതായത് നമ്മുടെ മീൻ മപ്പാസ്. ഇതിപ്പോ തൃശ്ശൂർ സ്റ്റൈല് അങ്ങനെയൊന്നല്ല. ഇത് എന്റെ വീട്ടിൽ എന്റെ അമ്മച്ചി വെക്കുന്ന റെസിപ്പിയാണ്. അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് അതുപോലെ തന്നെ ചെയ്യുവാണെങ്കിൽ ഇത്തിരി കൂടി നല്ല ടേസ്റ്റ് നമുക്ക് കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതായത് തക്കാളിയൊക്കെ നല്ലൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ പൊടികൾ അധികം ഉപയോഗിക്കരുത് കേട്ടോ. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഞാൻ അളവെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ അളവിന് തന്നെ എടുത്താൽ മതി. കൂടുതൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂര് തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന മീൻകറി ഉണ്ടല്ലോ, അതും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. സെയിം ആയിരിക്കും ടേസ്റ്റ്. പിന്നെ തക്കാളി നല്ല മൊരിയിച്ചെടുക്കുക ആ വെളിച്ചെണ്ണയിൽ. അതാണ് മെയിൻ ഇതിന്റെ കാര്യം. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ ഇഞ്ചി, വെളുത്തുള്ളി, വെളിച്ചെണ്ണ, പിന്നെ മൺചട്ടി ഇതൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നോൺ സ്റ്റിക്കിൽ വെക്കേണ്ട കേട്ടോ, ഒന്നിനും കൊള്ളില്ല. നോൺ സ്റ്റിക്ക് വേണ്ട, നമുക്ക് നമ്മുടെ മൺചട്ടിയിൽ തന്നെ വെക്കാൻ പറ്റുമെങ്കിൽ അതിൽ വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത് ഞാൻ പറയും എന്തായാലും. കാരണം കുറെ നാൾക്ക് ശേഷം വന്നതല്ലേ, അപ്പൊ നിങ്ങളതിനൊന്ന് ഓർമ്മപ്പെടുത്തണ്ടേ. അപ്പൊ എല്ലാവരും ഫ്രണ്ട്സിന് ഇഷ്ടമായി ഷെയർ ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. അപ്പൊ നമ്മുടെ മൺചട്ടിയിലാണ് നമ്മുടെ മീൻ മപ്പാസ് ഇരിക്കുന്നത്. അപ്പൊ ക്യാമറ ചട്ടിയിലോട്ട് ചാടിക്കോളൂ, ഒപ്പം നിങ്ങളും ചാടിക്കോളൂ. മറ്റേ ശ്രീനിവാസൻ സാർ പറയുന്നില്ല ഒരു ഫിലിമില്, നായിക ചട്ടിയിലാണല്ലോ, നായിക കുളത്തിലാണല്ലോ, അപ്പൊ ക്യാമറയും കുളത്തിലോട്ട് ചാടട്ടെ എന്ന് പറയുന്നില്ലേ. അതുപോലെ മപ്പാസ് ചട്ടിയിലാണല്ലോ, അപ്പൊ ക്യാമറ ചാടും, ഒപ്പം നിങ്ങളും ചാടിക്കോളൂ. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് അടിപൊളി അല്ലെങ്കിലും തരക്കേടില്ലാതെ എങ്ങനെയാണ് നമുക്ക് നല്ലൊരു മീൻ മപ്പാസ് വെക്കാൻ നോക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് മപ്പാസ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാൻ അതിലൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയിൽ തയ്യാറാക്കണേ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് മുഴുവൻ മസാല ചേർക്കണം. അതായത് കണ്ടോ, കരയാമ്പൂ ഒരു 4 എണ്ണമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പട്ട ഞാനൊരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് 3-4-5 പീസായിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുത്തേക്കുന്നതാണ്. പിന്നെ കുരുമുളക്, ഏലക്കായ, ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ആദ്യം ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അതങ്ങ് പൊട്ടി വരണോട് കൂടിയിട്ട് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില, അത്യാവശ്യത്തിന് വേണം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവോള കൊണ്ടുപോയി ആദ്യം ഇടരുത് കേട്ടോ. ഇപ്പൊ ഈ പറയുന്ന പോലെ ഓരോരോ സാധനങ്ങള് ആദ്യം ചേർക്കുവാണെങ്കിൽ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു പ്രത്യേക മണം ഇറങ്ങും. ആദ്യം നമ്മൾ വേപ്പില നമ്മുടെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്താൽ തന്നെ കറിക്കൊരു പ്രത്യേക മണമാണ്. അപ്പൊ ആദ്യം നമ്മൾ വേപ്പില തന്നെ ഇട്ട് കൊടുക്കണം. ഇപ്പൊ വേപ്പില നല്ല മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു സവോളയാണ് എടുത്തേക്കണേ. പിന്നെ ഒരു 5 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കൊത്തിയരിഞ്ഞതാണ്. ഇപ്പൊ എന്റെ കൈയിന്റെ ഈ ഒരു നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ അരിഞ്ഞു വെച്ചേക്കണത്. പിന്നെ ഞാൻ നാടൻ വെളുത്തുള്ളി ഇഞ്ചിയാണ് എടുത്തേക്കണത്. അതെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ കൂടുതൽ, അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. പിന്നെ ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് ചെറുതായതുകൊണ്ട് ഞാൻ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ ചൈനയുടെ വലിയ ഉള്ളിയാണ് എടുക്കണമെങ്കിൽ 2 അല്ലി മതിയാവും കേട്ടോ. അപ്പൊ ഇത് നമുക്ക് വേപ്പില പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്, അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് നല്ല വഴറ്റി എടുക്കണം കേട്ടോ. ഇത് അത്യാവശ്യം നന്നായി വഴന്ന് വരണം. കാരണം നമ്മൾ മപ്പാസ് ആണല്ലോ വെക്കുന്നത്, അപ്പൊ അത്യാവശ്യം ഒന്ന് വഴന്ന് വരണം ഇത്. ഇപ്പൊ നമ്മുടെ സവോളയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലിട്ട് ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്താന്ന് വെച്ചാൽ 2 വലിയ തക്കാളി ഞാൻ അരച്ചെടുത്തിട്ടുള്ളതാണ് മിക്സിയില്. 2 വലിയ തക്കാളി ഉണ്ട്. ഈ നിങ്ങൾക്ക് കുഞ്ഞു തക്കാളി ആണെങ്കിൽ 3 എണ്ണം വരെ എടുക്കാം കേട്ടോ. പുളി അനുസരിച്ച് ഓരോരുത്തരുടെ. ഇനിയിപ്പോ അവസാനം നിങ്ങൾക്ക് ഇത്തിരി പുളി കുറവാണ് തോന്നുകയാണെങ്കിൽ ഇത്തിരി വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി കറിയില്. ഇപ്പൊ ഞാനിവിടെ 2 വലിയ തക്കാളിയാണ് എടുത്തേക്കണേ. നല്ല അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമുക്കിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി, ഈ സവോളി എല്ലാം കൂടി നല്ല ഒന്ന് വഴന്ന് ഒന്നുകൂടി വരണം. കാരണം ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായി പോയി കിട്ടണം നമുക്ക്. ഈ തക്കാളി ഒന്ന് ചൂടാകുമ്പോഴത്തേനും ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കരുത്. ഈ തക്കാളി വാടി ഇതിന്റെ ഉള്ളിൽ നിന്ന് വെളിച്ചെണ്ണ തെളിഞ്ഞു വരണം. അപ്പോഴാണ് നമ്മുടെ മപ്പാസിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. കാരണം തക്കാളിയുടെ ആ ഒരു വഴന്നിട്ടുള്ള ടേസ്റ്റാണ് മപ്പാസിന്റെ രുചി. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ തക്കാളി ഒന്ന് ചൂടാകുമ്പോഴത്തേനും പെട്ടെന്ന് തട്ടിക്കൂട്ടി പണി അവസാനിപ്പിക്കരുത്. നല്ല ഒന്ന് തെളിഞ്ഞ് എണ്ണയൊക്കെ ഇത് വഴന്ന് നല്ലൊന്ന് എണ്ണയൊക്കെ തെളിയണ വരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ. ഒന്നൊരു ഇച്ചിരി ക്ഷമയോടുകൂടി നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. ഇപ്പൊ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ആയിട്ടുണ്ടെന്ന്. ഇതിപ്പോ ആയിട്ടില്ല, കുറച്ചും കൂടി ആവാനുണ്ട്.
ഇപ്പോഴും ആ ഒരു പച്ചമണം വിട്ടു പോയിട്ടില്ല. പക്ഷെ ഈ പരുവത്തിലൊന്നും നിങ്ങൾ സാധനങ്ങൾ ചേർക്കരുത് ബാക്കിയുള്ളത് കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പൊ ഒന്നുകൂടി നന്നായിട്ട് നമുക്ക് നല്ല മൊരിഞ്ഞ് എല്ലാത്തിന്റെ ഇടയിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വന്നു തുടങ്ങും. അപ്പൊ ഈ പരുവല്ല കേട്ടോ, ഇച്ചിരി കൂടി കഴിയട്ടെ കേട്ടോ. ഇപ്പൊ കണ്ടോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല നടുക്കിലേക്ക് നല്ല എണ്ണ തെളിഞ്ഞ്, അതായത് തക്കാളിയുടെ എല്ലാ വശത്തുനിന്നും നല്ല എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ കണ്ട ഈ ഒരു പരിവാവണം കേട്ടോ, അപ്പോഴാണ് കറിക്ക് നല്ല സ്വാദം ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളൊന്നും അങ്ങനെ വാരി വലിച്ച് നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് മീൻകറി അല്ലല്ലോ, കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ഞാൻ കറക്റ്റ് അളവിന് തന്നെ പറയാം. മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കറക്റ്റ് മതി കേട്ടോ. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ കണക്കാണ് ഞാൻ പറയണത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി മതി നമുക്ക്. കാരണം അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തക്കാളി നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അതിന്റെ ആ ഒരു കളർ ഉണ്ടല്ലോ, ചുമന്ന കളറ്, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകിന്റെ ആ എരിവ് നല്ല ഉണ്ടാവും നമുക്ക് കറിയിൽ ഓൾറെഡി. പിന്നെ മുളകും മല്ലിയൊക്കെ വാരി വലിച്ചിട്ട് കഴിഞ്ഞാൽ മപ്പാസിന്റെ സ്വാദ് പോവും. തക്കാളി ആ വഴന്ന് വന്നിട്ടുള്ള ആ മണവും പിന്നെ തേങ്ങാപ്പാലിന്റെ സ്വാദൊക്കെയാണ് മപ്പാസിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ചുമന്ന കളർ ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി, തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ അത് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ ഒരു തരി മുളക് പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത്. ആ ചുമപ്പല്ലല്ലോ, അതിനെന്താ പറയാ കറക്റ്റ്, ചുവപ്പ്. അച്ചടി ഭാഷ ഒന്നും വരില്ല കേട്ടോ, ചുമപ്പ് തന്നെ മതി നമുക്ക്. ചുമപ്പ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി മതി കേട്ടോ, അധികം വേണ്ട ഈ കറിയിലേക്ക്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ അരപ്പ് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇത്ര മതി, അധികം ടൈമൊന്നും വേണ്ട, കാരണം കുറച്ച് പൊടികളല്ലേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഞാനിത് ഇവിടെ തേങ്ങാപ്പാല് എടുത്തു വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ അളവ് പറയണേക്കാട്ടി നല്ല പാല് ഞാൻ എത്ര എടുത്തു വെച്ചേക്കണേന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അതായത് 250 ml, അതായത് 1 കപ്പ് പാലാണ് ഞാൻ എടുത്തു വെച്ചേക്കണേ. എന്റെ മെഷർമെന്റ് കപ്പിൽ കേട്ടോ. എന്റെ മെഷർമെന്റ് കപ്പ് ഇവിടെ ഉള്ളത് 250 ml ആണ്. അപ്പൊ അതില് കറക്റ്റ് 1 കപ്പ് പാല്. അത്യാവശ്യം കട്ടിയുണ്ട്. ഇത് 2ാം പാലാണ്. ഇനി 1ാം പാല് വേറെ നമ്മൾ എടുത്തു വെക്കണം. അതൊരു 1/2 കപ്പോളം 1ാം പാലും വേണം. ഇത് 1 കപ്പോളം ഉണ്ട്, അതായത് 250 ml. പിന്നെ പാലിന്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ, ഗ്രേവി എന്തോരം വേണം അതിനനുസരിച്ച് ചെയ്യാം. പക്ഷെ ഇത് അധികം വെള്ളം പോലെ ഇരിക്കണേക്കാട്ടി നല്ലത് ഇച്ചിരി കട്ടിയിലിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇത് ഞാൻ കുറച്ച് നേരമായി എടുത്തു വെച്ചിട്ട്, അപ്പൊ അതൊന്ന് കട്ട പിടിച്ചിരിക്കുന്ന നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ തക്കാളിയൊക്കെ അടിച്ചെടുത്ത ആ മിക്സിയുടെ ആ ജാറ് കഴുകി എടുത്തതാണ് ഈ 1/2 കപ്പ് വെള്ളം. അതും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാല് 1 കപ്പാണ്, പിന്നെ 1/2 കപ്പ് നമ്മുടെ സാധാ വെള്ളം അതോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്. ഇപ്പൊ നമ്മുടെ കറി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മീൻ പീസുകൾ ചേർത്ത് കൊടുക്കാം. മീനിനൊന്നും അധികം വേവില്ല, ചാറ് തിളച്ചാൽ തന്നെ പെട്ടെന്ന് മീൻ വെന്ത് കിട്ടും നമുക്ക്. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. മൂടി വെക്കണമെന്നും നിർബന്ധമില്ല, തുറന്നു വെച്ചാലും മതി. ഇതിപ്പോ ഞാൻ ഇങ്ങനെ തന്നെ വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കട്ടെ. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ കറിയെല്ലാം നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇപ്പൊ ദേ നല്ല വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൂടി വെച്ചിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഈ സമയത്ത് കറിയിലോട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇനി ചേർത്തോളുണ്ട്. അതായത് 1ാം പാല് 1/2 കപ്പ് മതി കേട്ടോ, അധികം വേണ്ട. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 1-2 തിള അവിടെ ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യണം. ഇപ്പൊ തന്നെ വരും, അധികം വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട. 1-2 മിനിറ്റിന് കണ്ടോ ഇതെങ്ങനെ വന്നു തുടങ്ങി. അത് ആ തിള വരും വേണം, വന്നില്ലെങ്കിൽ കറി വളിച്ചു പോവും, അത് ശ്രദ്ധിച്ചോളോ. 1-2 തിള അവിടെ ഇവിടെ തിളച്ചു വരണം. അത് ഇപ്പൊ കറി തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഓഫ് ചെയ്യാണ്, കാരണം ചട്ടിക്ക് ഒരു ചൂടുണ്ട്. ആ ചട്ടിയുടെ ചൂടിൽ തന്നെ ഇരുന്നിട്ട് ഒന്നും കൂടി ഇത് കറി ഇരുന്ന് തിളച്ചോളും, അതിൽ തന്നെ ഇരുന്നിട്ട്. കണ്ടോ, അപ്പൊ നമ്മുടെ അടിപൊളി മീൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ കുറച്ച് പച്ച വെളിച്ചെണ്ണ മീതെ ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ വേപ്പില ഞാൻ നല്ല ചെറുതാക്കി കയ്യിൽ വെച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്, അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ
കറിയിലേക്ക് വേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തു. ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാവൂ. ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മൂടി എൻ്റെ കയ്യിലില്ല, ഉണ്ടായിരുന്നത് പൊട്ടിപ്പോയി. അപ്പൊ ഞാൻ ഒരു പ്ലേറ്റ് വെച്ചിട്ട് തന്നെ ഇത് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കിയാൽ മതി. അല്ലെങ്കിൽ എപ്പോഴാണ് എടുത്ത് നോക്കണേ ആ നേരത്ത് എടുത്താൽ മതി കറി. പിന്നെ ഉപ്പൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഇടയിൽ തിളക്കണ നേരത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പൊ ഈ അവസാനം നേരത്തെ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ പുളി നിങ്ങൾക്ക് ഇനിയും വേണം തോന്നുവാണെങ്കിൽ ഒരു തരി വിനാഗിരി ചേർത്ത് കൊടുക്കുക. അതായിരിക്കും നല്ലത്. പക്ഷെ ഈ പുളി കറക്റ്റ് ആണ്. മപ്പാസ് അധികം പുളി ഉണ്ടാവില്ല മീൻകറിയുടെ പോലെ, ഒരു ലൈറ്റ് പുളി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിത് തണുത്തതിന് ശേഷം ഇതിന്റെ പരിവ് എന്താന്ന് നിങ്ങൾക്ക് കാട്ടിത്തരാം. ഓക്കെ. അപ്പൊ നമ്മുടെ മപ്പാസ് ഞാൻ മൂടി വെച്ചിട്ട് കുറെ നേരമായി. കറി നല്ലോണം തണുത്തു. കണ്ടോ, കറിയുടെ പരിവം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് നിങ്ങൾക്ക് കാണാനില്ലേ? എന്തൊരു ഭംഗിയാ നമ്മുടെ കറി കാണാനായിട്ട് തന്നെ. കണ്ടോ, നല്ല കുറുകിയിട്ടുള്ള നല്ല കട്ടിച്ചാറാണ്. ഈ ഒരു കളറാണ് കറിക്ക് വേണ്ടത്. നല്ല മഞ്ഞയാവാനും പാടില്ല, എന്നാൽ വെളുത്തിരിക്കാനും പാടില്ല. ഈ ഒരു കളറ് നല്ല കട്ടിയുള്ള കറി. ഞാൻ ഇത് ഇളക്കണില്ല അധികം, ഞാൻ ഫോട്ടോ എടുക്കണം എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം ഇളക്കി ഇതാക്കുന്നില്ല, കൊളാക്കുന്നില്ല. അപ്പൊ ഈ കറി നല്ല മണമാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ, എന്തൊരു മണം എടുക്കുന്നേ. ഈ കറി എല്ലാവരും തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും നല്ല ഇഷ്ടാവും. അപ്പോ പതിവ് പോലെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ. അപ്പൊ അടുത്തത് ഇതിലും നല്ലൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വരാം. അപ്പൊ ഇത് എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. അഭിപ്രായം പറയാൻ മറക്കരുത്. നല്ല കിടു കിടു മീൻ മപ്പാസ്. കപ്പാണ്, ഒരു കപ്പ് എന്ന് പറയുമ്പോ എന്റെ മെഷർമെന്റ് കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ഈ ഫോണിന് വെള്ളം കൊണ്ടൊരു നേരം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചിത്രൂസ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് ഇതേ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ തന്നെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ വന്നത് കണ്ടോ, അതിലും ഒന്ന് ടച്ച് ചെയ്യണേ. എന്നാലാണ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ.